എല്ലാവർക്കും നമസ്കാരം. ഹയർ സെക്കൻഡറി അധ്യാപകനാകാനുള്ള നിങ്ങളുടെ സ്വപ്നത്തിന് ഇനി സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ഒരു തടസ്സമാകില്ല. എൻട്രിയിൽ വിവിധ വിഷയങ്ങൾക്കായുള്ള സെറ്റിന്റെ ക്ലാസുകൾ സെപ്റ്റംബർ 20 മുതൽ ആരംഭിക്കുന്നു. സോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വിവിധ വിഷയങ്ങളുടെ കോഴ്സ് ലോഞ്ച് സംഘടിപ്പിക്കുന്നു. യൂട്യൂബിലൂടെ നിങ്ങൾക്ക് വിവിധ ക്ലാസുകൾ നൽകുന്നു. സോ നമുക്ക് സെറ്റിന്റെ വിജയിപ്പിച്ച ഒരു ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഭംഗിയോടുകൂടി അല്ലെങ്കിൽ വലിയ മാറ്റങ്ങളോടുകൂടി നിങ്ങളുടെ മുമ്പിലേക്ക് സെറ്റ് എത്തുകയാണ്. ഈ കോഴ്സ് മൊത്തം ലീഡ് ചെയ്യുന്നത് ഞാനാണ്. നിങ്ങളുടെ ജനറൽ പേപ്പർ ലീഡ് ചെയ്യുന്നത് വിനു സാറാണ്. വളരെ പ്രഗത്ഭനായ അധ്യാപകനാണ്. സോ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് റിവൈൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പവർഫുൾ സെഷൻ എന്ന പ്രോഗ്രാം എന്ന സീരീസ് ആരംഭിച്ചത്. ഏകദേശം 60ഓളം ചോദ്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇംഗ്ലീഷ് ഗ്രാമർ ചോദ്യങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. ഒരു 7 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും. അത് നിങ്ങളുടെ മുമ്പിലേക്ക് തരാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ജനറൽ പേപ്പറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാം അറിയാം. ജനറൽ പേപ്പറിൽ ചോദിക്കുന്നത് 120 ചോദ്യങ്ങളാണ്, 120 മാർക്കാണ്, 120 മിനിറ്റാണ്. 2 മണിക്കൂറാണ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് സ്കോർ ചെയ്യേണ്ട മാർക്ക് 40%. അതായത് 48 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം. 120ന്റെ 40% എന്ന് പറഞ്ഞാൽ 48 മാർക്കാണ്. സോ കൂടുതൽ ചോദ്യങ്ങൾ 60 ചോദ്യങ്ങൾ വരുന്നത് ടീച്ചിങ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ BEdന് പഠിച്ചിട്ടുള്ള കാര്യമാണെങ്കിൽ ബാക്കിയുള്ള ചോദ്യങ്ങളെല്ലാം വരുന്നത് നമ്മൾ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇംഗ്ലീഷ് ഗ്രാമർ ഒരു 7 ചോദ്യമുണ്ട്. 7 ചോദ്യമൊക്കെ നിങ്ങളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളുടെ മാർക്ക് അവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഇംഗ്ലീഷ് ഗ്രാമർ മൊത്തം നിങ്ങൾക്ക് പഠിച്ചെടുക്കുകയും ചെയ്യാം. സോ ആ 7 ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓരോന്നും ഏത് ഭാഗത്താണെന്ന് ഞാൻ പറയും. ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഗ്രാമർ ഇത്രയേ ഉള്ളൂ, അത് ഇത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് ആ സെറ്റ് പരീക്ഷ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഏറ്റവും നല്ല ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഒന്നാമത്തെ ചോദ്യം, എ പേഴ്സൺ ഹു ഹേറ്റ്സ് മാൻകൈൻഡ്. മനുഷ്യരാശിയെ വെറുക്കുന്നവനെ വിളിക്കുന്ന പേരെന്താണ്? മനുഷ്യരാശിയെ വെറുക്കുന്നവനെ വിളിക്കുന്ന പേര് മിസോജിനിസ്റ്റ് ആണോ, സാഡിസ്റ്റ് ആണോ, മെസ്സിഹ ആണോ, അതോ മിസാന്ത്രോപ്പ് ആണോ? ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ മനുഷ്യരാശിയെ ഇഷ്ടപ്പെടുന്നവനെ വിളിക്കുന്ന പേര്, വൺ ഹു ലവ്സ് മാൻകൈൻഡ് വിളിക്കുന്ന പേര് ഫിലാന്ത്രോപ്പിസ്റ്റ് എന്നാണ്. എന്താണ്? ഫിലാന്ത്രോപ്പിസ്റ്റ്. മനുഷ്യരാശിയെ വെറുക്കുന്നവനെ വിളിക്കുന്ന പേര്, ഹേറ്റ്സ് ചെയ്യുന്നവനെ വിളിക്കുന്ന പേര് മിസാന്ത്രോപ്പിസ്റ്റ് എന്നാണ്. എന്താണ് വിളിക്കുന്നത്? മിസാന്ത്രോപ്പിസ്റ്റ്. വൺ ഹു ലവ്സ് മാൻകൈൻഡ് ഫിലാന്ത്രോപ്പിസ്റ്റ്, വൺ ഹു ഹേറ്റ്സ് മാൻകൈൻഡ് മിസാന്ത്രോപ്പിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. എ പേഴ്സൺ ഹു ലവ്സ് മാൻകൈൻഡ് ഫിലാന്ത്രോപ്പിസ്റ്റും എ പേഴ്സൺ ഹു ഹേറ്റ്സ് മാൻകൈൻഡ് മിസാന്ത്രോപ്പിസ്റ്റുമാണ് എന്ന് മനസ്സിലാക്കും. സോ അതുപോലെ തന്നെ ഇവിടെ ആൻസർ മിസാന്ത്രോപ്പാണ്. അതുപോലെ ഈ ആന്ത്രോ എന്ന് പറയുന്ന വാക്ക് ഇവിടെ എല്ലാം ഉണ്ട്. ആന്ത്രോ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ആന്ത്രോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പീപ്പിൾ എന്നാണ്. ആന്ത്രോപോളജി, വൺ ഹു ദ സ്റ്റഡി ഓഫ് മാൻകൈൻഡ്. ആന്ത്രോഫോബിയ, വൺ ഹു ദ ഫിയർ ഓഫ് മാൻകൈൻഡ്. ഇങ്ങനെയൊക്കെ ഒരുപാട് വാക്കുകൾ വരുന്നുണ്ട്. അപ്പം ഫിലാന്ത്രോപ്പിസ്റ്റ്, മിസാന്ത്രോപ്പിസ്റ്റ്, ആന്ത്രോപോളജി, ആന്ത്രോഫോബിയ, ഈ പറയുന്ന വാക്കുകൾക്കകത്ത് എല്ലാം ആന്ത്രോ ഉണ്ട്. അത് മനുഷ്യരാശിയായിട്ട് ബന്ധപ്പെട്ടതാണ്. മിസോജിനിസ്റ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വൺ ഹു ഹേറ്റ്സ് വുമൺ. സ്ത്രീകളെ വെറുക്കുന്നവനെയാണ് മിസോജിനിസ്റ്റ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം വൺ വേർഡ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. നിങ്ങളൊരു 100-150 വൺ വേർഡ് പഠിച്ചു വെച്ചാൽ ഈസി ആയിട്ട് പഠിക്കാം. കാരണം ഇതൊക്കെ ആദ്യം വരുന്നതാണ്, എല്ലാവരും കൊടുക്കുന്ന ഭാഗത്ത് വരുന്നതാണ് ഈ ഫിലാന്ത്രോപ്പിസ്റ്റും മിസാന്ത്രോപ്പിസ്റ്റും ഒക്കെ. എളുപ്പം പഠിച്ചെടുക്കുക. സിമ്പിൾ ചോദ്യം എന്നേ ഞാൻ അതിനെ വിലയിരുത്തും. എ റിട്ടൺ ഡിക്ലറേഷൻ given on oath in the presence of a magistrate. So a written declaration, സത്യവാങ്മൂലം, നമുക്കെല്ലാം അറിയാം. പ്രോമിസ് അല്ല, പ്ലഡ്ജ് അല്ല, അഫിഡവിറ്റ് ആണ്, അഷുറൻസും അല്ല. ഒരു സത്യവാങ്മൂലം ഒഫീഷ്യലായിട്ട് ചെയ്യുമ്പോൾ റിട്ടൺ ഡിക്ലറേഷൻ മേഡ് ആൻ ഓത്ത് ഇൻ ദ പ്രസൻസ് ഓഫ് എ മജിസ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ അത് അഫിഡവിറ്റ് ആണ്. ഇതും വൺ വേർഡ് ആണ്. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻ വൺ വേർഡിൽ നിന്ന് തന്നെ ചോദിച്ചു. മൂന്നാമത്തെ ചോദ്യം, എ പേഴ്സൺ ഹു ഈസ് ഇൻട്രസ്റ്റ് ഇൻ ആന്റിക്സ്. ആന്റിക് തിങ്സിനെ കുറിച്ച് പഠിക്കുന്നതിനെ ആർക്കിയോളജിസ്റ്റ് എന്ന് വിളിക്കും, ആർക്കിയോളജി എന്ന് വിളിക്കും. പക്ഷേ എ പേഴ്സൺ ഹു ഈസ് ഇൻട്രസ്റ്റ് ഇൻ ആന്റിക്സ് എന്ന് പറയുന്നതിന് ഒറ്റ വാക്ക് ആന്റിക്വേറിയൻ എന്നാണ്. എ പേഴ്സൺ ഹു ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ആന്റിക്സ്, എ പേഴ്സൺ ഹു ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ആന്റിക്സ്, ഒറ്റ വാക്ക് ആന്റിക്വേറിയൻ എന്നാണ്. എന്താണ് വിളിക്കുന്നത്? ആന്റിക്വേറിയൻ. നെക്സ്റ്റ്, ആഫ്റ്റർ ജോയിനിങ് ദ യൂണിയൻ ശങ്കർ ഗോട്ട് ദ ആക്സ്. ആഫ്റ്റർ ജോയിനിങ് ദ യൂണിയൻ ശങ്കർ ഗോട്ട് ദ ആക്സ് എന്താണ്? അതിന് തൊട്ട് മുമ്പിലത്തെ ക്വസ്റ്റിനകത്ത് ഒരു വാക്ക് ആന്റിസിഡന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മുൻഗാമി എന്നാണ്. മുൻഗാമി എന്നാണ് അർത്ഥം. ഓക്കെ, ബാക്കി എല്ലാ വാക്കും നിങ്ങൾക്ക് അറിയാം. ട്രഡീഷണലിസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആന്റിക്വേറിയൻ ആണ് പേഴ്സൺ ഹു ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ആന്റിക്സ്. ആർക്കിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റഡി, അതിനെക്കുറിച്ചുള്ള പഠനത്തെയും പഠിക്കുന്നവരെയാണ് പറയുന്നത്. ആഫ്റ്റർ ജോയിനിങ് ദ യൂണിയൻ, യൂണിയൻ ജോയിൻ ചെയ്തതിന് ശേഷം ശങ്കർ ഗോട്ട് ദ ആക്സ്. ഗോട്ട് ദ ആക്സ് എന്ന് പറഞ്ഞാൽ ഫൈഡ്, ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു എന്നുള്ളതാണ്. ലോസ് ദ ജോബ് എന്നുള്ളതാണ് കറക്റ്റ്. തോമസ് നീഡ്സ് ടു സബ്മിറ്റ് ദ അസൈൻമെന്റ്.
dash the teacher by 10 a.m. today. Thomas needs to submit the assignment dash the teacher by 10 a.m. today. നമുക്ക് എല്ലാവർക്കും അറിയാം ടീച്ചറിന് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ടു ദ ടീച്ചർ എന്നാണ് പറയുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പ്രിപ്പോഷൻ ആണ് ചോദിച്ചത്. ഏറ്റവും സിമ്പിൾ. ആദ്യത്തെ മൂന്ന് ചോദ്യങ്ങൾ വൺ വേർഡ് ആയിരുന്നെങ്കിൽ, നാലാമത്തെ ചോദ്യം ഒരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ആയിരുന്നെങ്കിൽ, അഞ്ചാമത്തെ ചോദ്യം പ്രിപ്പോസിഷൻ ആണ്. എപ്പോഴും ചോദിക്കുന്നതാണ് പ്രിപ്പോസിഷൻ. ഇത് ഏറ്റവും സിമ്പിളാണ്. PSC പോലും ഇത്രയും സിമ്പിളുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. നെക്സ്റ്റ് വൺ, ദ ഡിഫക്റ്റ് വാസ് കോസ്ഡ് ഡാഷ് നെഗ്ലിജൻസ് ബൈ ദ നൈറ്റ് ഷിഫ്റ്റ് വർക്കർ. ഇവിടെ ബൈ ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫക്റ്റ് വാസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പാസീവ് വോയിസാണ്. പാസീവ് വോയിസിലാണ് ഏറ്റവും കൂടുതൽ എന്ത് വരുന്നത്, ഈ ബൈ വരുന്നത്. ബൈ നെഗ്ലിജൻസ് ബൈ ദ നൈറ്റ് ഷിഫ്റ്റ് വർക്കർ എന്നാണ്. രണ്ട് ബൈ അവിടെ ഉപയോഗിക്കുന്നെങ്കിലും അവിടെ ബൈ ആണ് കറക്റ്റ്. ദ ഡിഫക്റ്റ് വാസ് കോസ്ഡ് ബൈ നെഗ്ലിജൻസ് ബൈ ദ നൈറ്റ് ഷിഫ്റ്റ് വർക്കർ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, the newly started IIT at Guwahati dash to the long standing demands of the people of north eastern states. ഇവിടെ newly started IIT at Guwahati dash to the long standing demands of the people of north eastern states. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലെ ആൾക്കാരുടെ വർഷങ്ങളായിട്ടുള്ള ഡിമാൻഡിനെ എന്ത് ചെയ്യുന്നതായിരുന്നു IIT at Guwahati? കാറ്റേഴ്സ് ചെയ്യുക. കാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്നത് സപ്ലൈ ചെയ്യുന്നതിനെയാണ് കാറ്ററിംഗ് എന്നൊക്കെ പറയാറുണ്ട്. പ്രോമിസ് അല്ല, ആർട്സ് അല്ല, പ്രൊവൈഡ്സ് അല്ല. ഇവിടെ കറക്റ്റ് വാക്ക് കാറ്റേഴ്സ് ആണ്. അത്രമേൽ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിച്ചെന്നറിയാം. 7 ചോദ്യങ്ങൾ നിസ്സാരമല്ല, 7 മാർക്ക് നിസ്സാരമല്ല. അകപ്പാട് 48 മാർക്ക് മേടിച്ചാൽ അതിനകത്ത് ഏറ്റവും എളുപ്പം മേടിക്കാൻ പറ്റുന്ന മാർക്ക് ഇംഗ്ലീഷ് മാർക്കാണ്. ധൈര്യമായിട്ട് നിങ്ങൾ ഇരിക്കുക. സോ സെപ്റ്റംബർ 20 മുതൽ എൻട്രിയിൽ സെറ്റ് വിഷയത്തിന്റെ ക്ലാസ് തുടങ്ങുന്നുണ്ട്. ജനറൽ പേപ്പർ നയിക്കുന്നത് വിനു ശ്രീധർ സാറാണ്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ അധ്യാപകരും അവരുടെ ഭാഗങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് 7 ചോദ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് വളരെ പെട്ടെന്ന് അവസാനിച്ചത്. ഇംഗ്ലീഷിൻ്റെ ഒരു സമഗ്രമായിട്ടുള്ള കളക്ഷൻ എൻട്രിയിലുണ്ട്. ഗ്രാമർ പ്ലസ് വൊക്കാബുലറി ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. വരുന്ന സെറ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാം. ഹയർ സെക്കൻഡറി അധ്യാപകനാകാനുള്ള നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ചുവടുവെപ്പായിരിക്കും അത്. സോ അതിന് ഒന്നും തടസ്സമല്ല. എൻട്രിയിൽ ജോയിൻ ചെയ്യുക, കോഴ്സിന്റെ ഭാഗമാകുക. ഒരു കാര്യം കൂടെ പറയട്ടെ, എൻട്രിയുടെ ടീച്ചിങ് ചാനൽ നിങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ്. അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത്യാവശ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. കൃത്യമായിട്ട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾക്ക് അത് കണ്ട് പോകാവുന്നതാണ്. സോ കോഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ എൻട്രിയിൽ HSA കോഴ്സുകൾ വളരെ ഗംഭീരമായി നടന്നു പോകുന്നു. സെറ്റിന്റെ കോഴ്സുകൾ ആരംഭിക്കാൻ പോകുന്നു. കേറ്ററ്റ് വരാൻ പോകുന്നു. UGC നെറ്റ് കോഴ്സുകളും എൻട്രിയിൽ ആരംഭിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുക. സോ ടീച്ചിങ് എല്ലാ രീതിയിലും മാറുകയാണ്. കോഴ്സിന്റെ ഭാഗമാകുക, മുന്നോട്ട് പോകുക. താങ്ക് യു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ ഫ്രം രഞ്ജിത്ത് RK തഴവ.